ഞാനിപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിനു മുന്നേ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാറുന്ന ഒരു കാര്യമാണ് ടൈം. ഇപ്പോൾ ശരിക്കും ടൈമിൻ്റെ വില മനസ്സിലാവുന്നുണ്ട്. മുന്നൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് അടിച്ചു പൊളിച്ച് നടക്കും, ഒന്നിൻ്റെയും കാര്യങ്ങൾ അറിയില്ല, ജോലി കിട്ടണം, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, ട്രിപ്പ് പോകണം, വേൾഡ് ട്രിപ്പ് പോകണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഒരു ലൈഫ് ഒരുപാട് ചേഞ്ചായി, കാര്യങ്ങളൊക്കെ മാറി. സോ ആകെ കിട്ടുന്ന ഒരു ഡേ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യണം. സോ വീട് മാറിയതിന് ശേഷം വീട് സെറ്റാക്കാനുള്ള അത്രപ്പാടിലായിരുന്നു ഞാൻ ആക്ച്വലി. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇന്ന് സെറ്റ് ചെയ്ത് വീട് ഓർഗനൈസ് ചെയ്യാണ്. ആക്ച്വലി ഒരു വീടിൻ്റെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ വീട്ടിലേക്ക് പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തിനാണ് ഈ കറിവേപ്പില വാങ്ങുന്നത്, എന്തായാലും വലിച്ചെറിയാനുള്ളതല്ലേ. ബട്ട് ഇപ്പം നമ്മൾ അടുക്കള ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം മനസ്സിലായത്. അങ്ങനെ കറിവേപ്പിലയും മലയിലേയും കൊണ്ട് ഞാൻ വീട്ടിലൊരു ബൊക്കയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗ്യാസ് വാങ്ങാൻ വേണ്ടി നമ്മുടെ വീടിനടുത്തുള്ള പെട്രോൾ പമ്പിൽ വന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ഗ്യാസ് കുറ്റി വാങ്ങി. ഗ്യാസ് കുറ്റിയൊക്കെ പണ്ടേ എനിക്ക് പേടിയുള്ള കാര്യമായിരുന്നു. പക്ഷെ നമ്മൾ പേടിയുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതല്ലേ അതല്ലേ എൻ്റെ ഒരു ശരി. പിന്നെ അത് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യുന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിൽ. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ. നല്ല പേടിയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് കാണിക്കാതെ ഗ്യാസ് കത്തിച്ച് അങ്ങനെ വീട്ടിൽ തീ പിടിച്ച സന്തോഷത്തിൽ തീ പിടിച്ചല്ല നമ്മുടെ ഗ്യാസ് കത്തിയ സന്തോഷത്തിൽ ഞാനത് കൈയടിച്ചൊന്ന് പാസ്സാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് കടന്നു. അതായത് ബെഡ് സെറ്റ് ചെയ്ത് ചടങ്ങ്. എൻ്റെ മനസ്സ് മുഴുവൻ എംബാമേറ്റേഴ്സ് ആണെങ്കിൽ പോലും, കാരണം ഓൺലൈൻ മൊത്തം എംബാമേറ്റേഴ്സ്. പക്ഷേ ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയുന്നത് മാത്രമല്ലല്ലോ, നമ്മുടെ ബ്രെയിൻ പറയുന്നത് കേൾക്കണമല്ലോ. സോ ഞാൻ ഈ ഒരു ബെഡ് വാങ്ങിച്ചു അതവിടെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് കിടന്നപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ എൻ്റെ മോനെ. സോ അത് കഴിഞ്ഞിട്ട് നേരം പോയതൊന്നും അറിഞ്ഞില്ല. ആ കിടന്ന് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. സോ ഉറക്കം ഉറങ്ങി വന്നതിന് ശേഷം എനിക്ക് കുക്ക് ചെയ്യാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ് ഞങ്ങളുടെ സ്വന്തം ഷേക്ക് ഷവർമയിലേക്ക് വിട്ടു. എനിക്ക് ഈ കടയായിട്ട് ആക്ച്വലി ഒരു 3-4 വർഷത്തെ ബന്ധം കേട്ടോ. ഞാൻ MBA പഠിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പിന് ഞാൻ ഈ ഒരു പ്ലേസിലേക്കായിരുന്നു വന്നത്. അപ്പോൾ ഞങ്ങളുടെ മാനേജർ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വന്നൊരു സ്പോട്ടായിരുന്നു ഇത്. ആക്ച്വലി ഇവിടുത്തെ ഫുഡ് സൂപ്പറാണ്, എക്സ്പെഷ്യലി മന്തി. ഞാനൊരു മന്തി ഫാനാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു മന്തി ഫാനാണെങ്കിൽ ആ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കും, അവിടുത്തെ സെറ്റാണ്. സോ അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകണം. ബൈ.